Hello dears. In the last video we were discussing about AOP, that is Association of Persons, and the tax liability of AOP. So in this video we'll be continuing with the tax liability of AOP and we'll be doing a problem related with that. So coming over to the tax liability of AOP, we know that it is classified into two, where the shares of the members are known and where the shares of members are unknown. So in the last video we have discussed about a situation where the shares of members are known. There are three cases, that is, if the shares are known and the total income of a member of the association of person exceeds the exempted limit, then the firm or AOP will be assessed to tax at maximum marginal rate of 30%. Which is the highest slab available to individuals. And if none of the members have income exceeding the exempted limit, അപ്പോൾ ആ എക്സംപ്റ്റഡ് ലിമിറ്റിന് മേലെ ഒരു മെമ്പർക്കും ഇൻകം ഇല്ല എങ്കിൽ അപ്പോൾ നമ്മൾ പറഞ്ഞു എങ്ങനെയാണോ ഒരു ഇൻഡിവിജ്വലിൻ്റെ ടാക്സ് സ്ലാബ്സ് വരുന്നത് അത് തന്നെയായിരിക്കും അസോസിയേഷൻ ഓഫ് പേഴ്സൺസിനും ഉണ്ടാവുക. മൂന്നാമത്തെ കേസിൽ ഏതെങ്കിലും ഒരു മെമ്പർ ഫോറിൻ കമ്പനീൻ്റെ കേസിൽ ടോട്ടൽ ഇൻകം ടാക്സബിൾ അറ്റ് റേറ്റ് ഹയർ ദാൻ MMR വരുവാണെങ്കിൽ, അങ്ങനെ വരുന്ന കേസിൽ അയാളുടെ പോർഷൻ നമ്മൾ റേറ്റ് ഹയർ ദാൻ MMRലും ബാക്കിയുള്ളത് റേറ്റ് അറ്റ് മാക്സിമം മാർജിനൽ റേറ്റ് 30%ലുമാണ് ചാർജ് ചെയ്യുക. ഇത്രയും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇനി നമ്മൾ സിറ്റുവേഷൻ വെയർ ദ ഷെയർസ് ഓഫ് മെമ്പേഴ്സ് ആർ അൺനോൺ ഓർ ഇൻഡിറ്റർമിനേറ്റ്, നമുക്ക് ഓരോ മെമ്പറുടെ ഷെയർ എത്രയാണെന്ന് അറിയാത്തൊരു സിറ്റുവേഷൻ, നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണെങ്കിൽ അവിടെ രണ്ട് കേസസ് ഉണ്ട്. ഇൻ കേസ് ഓഫ് AOP, പക്ഷേ എക്സ്ക്ലൂഡിങ് ഏതൊക്കെയാണ് എക്സ്ക്ലൂഡ് ചെയ്യുന്നത്? കമ്പനി ഇല്ല, കോപ്പറേറ്റീവ് സൊസൈറ്റി ഇല്ല, ഓരോ സൊസൈറ്റി രജിസ്റ്റേർഡ് അണ്ടർ സൊസൈറ്റീസ് ആക്ട്, ഇവരെ ഒഴിച്ചുള്ള ബാക്കി AOP, ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ് എല്ലാം വേർ shares of its members are not known and it does not have any such member whose income is taxable at a rate higher than MMR. അപ്പോൾ അവരുടെ ഷെയർ അറിയാതിരിക്കുകയും ചെയ്യുക, കൂടെ ഒരു മെമ്പറുടെയും ടാക്സബിൾ ഇൻകം റേറ്റ് ഹയർ ദാൻ MMRൽ ടാക്സബിൾ ആയിട്ടുള്ള ആളല്ല എങ്കിൽ, ഒരു മെമ്പർ പോലും അങ്ങനത്തെ ആളില്ല എങ്കിൽ, then the total income of such AOP shall be taxable at MMR, മാക്സിമം മാർജിനൽ റേറ്റിലായിരിക്കും അങ്ങനെയുള്ള AOPൻ്റെ ടാക്സ് ചാർജ് ചെയ്യുക. ക്ലിയർ ആണല്ലോ? കണ്ടീഷൻ എന്താണ്? ഷെയർസ് ഇൻഡിറ്റർമിനേറ്റ് ആവുക, അതേസമയം ഒരു മെമ്പറുടെയും ടാക്സ് ഇൻകം ഇസ് ടാക്സബിൾ അറ്റ് എ റേറ്റ് ഹയർ ദാൻ MMR, അങ്ങനെ ടാക്സബിൾ അല്ലാത്ത സിറ്റുവേഷനും കൂടെ ആണെങ്കിൽ ഇവിടെ AOPക്ക് MMRലായിരിക്കും റേറ്റ് ചാർജ് ചെയ്യുക. ദെൻ ഇഫ് AOP ഹാസ് എനി മെമ്പർ ആസ് എ കമ്പനി ഓഫ് ഫോമോ ഏതെങ്കിലും മെമ്പർ ഹൂസ് ഇൻഡിവിജ്വൽ ഇൻകം ഇസ് ടാക്സബിൾ അറ്റ് ദ റേറ്റ് ഹയർ ദാൻ MMR ഉണ്ടാവുകയാണെങ്കിൽ, an amount equal to the share of income of such member shall be taxable at higher rate and balance is to be taxed at MMR. അപ്പോൾ നമ്മൾ മേലെ ആദ്യത്തെ കേസിൽ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ MMRൽ മേലെ ചാർജ് ചെയ്യുന്ന ആളുണ്ടെങ്കിൽ അയാളുടെ പോർഷൻ എത്രയാണോ അയാളുടെ എമൗണ്ട് ഈക്വൽ ടു ദ ഷെയർ ഓഫ് ഇൻകം ഓഫ് സച്ച് മെമ്പർ അത് റേറ്റ് ഹയർ ദാൻ MMRലും ബാക്കിയുള്ളതൊക്കെ MMRലുമാണ് ചാർജ് ചെയ്യുക. ഇനി നമ്മൾ ഇതിൻ്റെ അകത്ത് ഒരു സിമ്പിൾ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ കമ്പ്യൂട്ട് ദ ടാക്സ് പേയബിൾ ബൈ ദ അസോസിയേഷൻ ഓഫ് പേഴ്സൺ ഫോർ ദ അസസ്മെൻറ്റ് ഇയർ 2021. If Ahnas, a member, is liable to tax on his other income, അയാൾക്ക് ടാക്സ് വരുന്നുണ്ട്, ടാക്സ് ഇൻകർ ചെയ്യുന്നുണ്ട് എങ്കിൽ എന്നാണ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്നിട്ട് കണ്ടീഷൻസ് കാര്യങ്ങൾ പറയാണ്. LTCG കമ്പ്യൂട്ട് ചെയ്തത് 50,000 ഉണ്ട്, ലോട്ടറി വിന്നിങ്സ് ഗ്രോസ് എമൗണ്ട് 1 lakh ഉണ്ട്, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി 60,000 ഉണ്ട്. ഇത്രയാണ് ഡീറ്റെയിൽസ്. നമ്മൾ ടാക്സ് കമ്പ്യൂട്ട് ചെയ്യാണ്. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി 60,000 ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത് മുനിസിപ്പൽ വാല്യൂ ഒക്കെ കുറച്ചിട്ടുള്ളതാണെന്നുള്ള അസംഷനിലാണ് നമ്മൾ എടുക്കുന്നത്. LTCG 50,000 ആണ്. ഇൻകം ഫ്രം അതർ സോഴ്സസിലാണ് ലോട്ടറി വിന്നിങ്സ് വരിക, അപ്പോൾ അത് 1 lakh. അപ്പോൾ ഗ്രോസ് ടോട്ടൽ ഇൻകം എത്ര കിട്ടി? 2,10,000 കിട്ടി.
ഇനി നമ്മൾ ടാക്സ് കമ്പ്യൂട്ട് ചെയ്യാണ്. അപ്പോൾ ഒരാൾ ടാക്സ് ലാബിലേക്ക് വന്നിട്ടുണ്ട് ഇതിനകത്ത്. അങ്ങനെ വരുമ്പോൾ LTCGക്കുള്ള റേറ്റ് ഇത് എല്ലാത്തിലും സെയിം ആണ്. നമ്മൾ ഫോമിൽ പറഞ്ഞ പോലെ STCG ഓൺ ഷെയർസ് 15% ആണ്, LTCG 10% ആണ്. ആൻഡ് ദെൻ ക്യാഷ്വൽ ഇൻകംസ് ഉണ്ടെങ്കിൽ 30%, ബാക്കിയുള്ള ലെഫ്റ്റ് ഓവർ ഇൻകത്തിന് MMR ആണെങ്കിൽ 30%, അങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ LTCG 20% ചെയ്തു. വിന്നിങ് ഫ്രം ലോട്ടറി നമുക്കറിയാം ക്യാഷ്വൽ ഇൻകം ആണ്, അത് 30% ചെയ്തു. ദെൻ ടാക്സ് ഓൺ അതർ ഇൻകം, അതായത് റിമൈനിങ് പോർഷൻ, ഈ 50,000 ഈ 1 lakh കഴിഞ്ഞിട്ടുള്ള റിമൈനിങ് പോർഷൻ പറയുന്നത് ഈ 60,000, അതിൻ്റെ മുകളിലാണ് 30% കണ്ടിരിക്കുന്നത് 18,000. അപ്പോൾ നമ്മുടെ ടോട്ടൽ ടാക്സ് എന്ന് പറയുന്നത് 58,000 വരും. ദെൻ അതിൻ്റെ കൂടെ നമുക്ക് 4% സെസ്, ഫോമിനുള്ളതൊക്കെ AOPക്ക് ഉണ്ട് കേട്ടോ. 4% സെസ് ചാർജ് ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ ടാക്സ് ലയബിലിറ്റി വന്നിട്ട് 60,320 ആവുന്നു. ഓക്കെ, ഇതിനകത്ത് ഒരു കാര്യം കൂടെ ഉണ്ട്. ലോട്ടറിയിലുള്ള വിന്നിങ്സ് വരുന്ന സമയത്ത് ടാക്സ് TDS ഡിഡക്റ്റ് ചെയ്തിട്ടേ തരാറുള്ളൂ. അപ്പോൾ ആ TDS കുറച്ച് ബാക്കി എമൗണ്ട് ആയിരിക്കും ടാക്സ് പേയബിൾ 30,320. ഇങ്ങനെ ഒരു ഇലസ്ട്രേഷൻ പ്രോബ്ലമാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കാണുന്നത്. ഇതല്ലാതെ ഫർദർ പ്രോബ്ലംസ് നമുക്ക് ഇതിൻ്റെ മുകളിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ഇന്നത്തേക്ക് ഇതാണ് ഈ ഒരു കോൺസെപ്റ്റ്സ് ഒക്കെ. ഇപ്പോൾ ഷെയർസ് നോൺ ആണെങ്കിൽ എന്തൊക്കെ കണ്ടീഷൻസ് ആണ്, എങ്ങനെയൊക്കെയാണ് ടാക്സ് ചെയ്യുക, അൺനോൺ ആണെങ്കിൽ എന്തൊക്കെ സിറ്റുവേഷൻസ് ഉണ്ട്, എങ്ങനെയൊക്കെയാണ് ടാക്സ് ചെയ്യുക, ഇത് പഠിച്ച് തറുവാക്കി വയ്ക്കുക. ഫർദർ നമ്മൾ പ്രോബ്ലംസിലേക്ക് കടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതൊക്കെ യൂസ്ഫുൾ ആവും. ഓക്കെ, താങ്ക് യു.